ലോകത്തെയും ഇസ്രയേലിനെയും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഹമാസ്. ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖ്വസീം ബ്രിഗേഡാണ് ഗാസയിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഗാസ സ്ട്രിപ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 7ഓളം ഇസ്രയേൽ ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് വക്താവ് അബു ഉബൈദ അറിയിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ ബോംബാക്രമണങ്ങളിൽപ്പെട്ട് കൊല്ലപ്പെട്ടവരും ഹമാസ് ബന്ദികളായി കുരുക്കിയ ഇസ്രായേൽ പൗരന്മാരും ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഇവർ കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും ഹമാസ് പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നുകയറി നടത്തിയ ആക്രമണത്തിൽ 1200-ലധികം ഇസ്രയേലികൾ കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ 280ഓളം ഇസ്രയേലികളെ ഹമാസ് ബന്ദിയാക്കിയിരുന്നു. താൽക്കാലിക വെടിനിർത്തൽ സമയത്ത് ഇതിൽ 100ഓളം പേരെ ഹമാസ് വിട്ടയച്ചിരുന്നെങ്കിലും ഇതിൽ 130ഓളം പേർ ഇപ്പോഴും ഹമാസിന്റെ ബന്ധനത്തിലാണ് എന്നാണ് റിപ്പോർട്ട്. ഹമാസിന്റെ ശേഷിക്കുന്ന ബന്ദികളിൽ പകുതിയോളം പേർ, അതായത് 70 പേർ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഹമാസിന്റെ വെളിപ്പെടുത്തലിൽ ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഹമാസ് ബന്ദികളാക്കിയവരിൽ 5 പേരെ വധിച്ചു എന്ന് ഇസ്രായേൽ മുമ്പ് ആരോപിച്ചിരുന്നു. മാത്രമല്ല, ബന്ദികളെ മോചിപ്പിക്കുവാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേൽ ഗാസയിലേക്ക് സൈനിക നീക്കം നടത്തിയതും. എന്നാൽ ഇപ്പോൾ ഈ ബന്ദികളെ തന്നെയാണ് ഉത്തരവാദിത്തമില്ലാത്ത ബോംബിങ്ങിലൂടെ ഇസ്രായേൽ കൊന്നൊടുക്കിയത് എന്നാണ് ഹമാസിന്റെ വെളിപ്പെടുത്തൽ. ഇത് സ്ഥിരീകരിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഹമാസിന്റെ അവകാശവാദം നിരാകരിക്കുവാനും ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ഹമാസിന്റെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ യുദ്ധം ജയിച്ചാലും ഒടുവിൽ ഇസ്രായേലിന് മോചിപ്പിക്കുവാൻ ബന്ദികളൊന്നും തന്നെ ശേഷിക്കില്ല. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 30,000 കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഭക്ഷണം വാങ്ങുവാൻ ക്യൂ നിന്നവർക്കു നേരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ 112 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ തന്നെ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണലും അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമാണെന്നാണ് തുർക്കിയെ പ്രസിഡന്റ് ഉർദുഗാൻ പ്രതികരിച്ചത്. അറബ് രാജ്യങ്ങളും വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട അമേരിക്ക പലസ്തീനിൽ ഭക്ഷണവും മറ്റ് സഹായങ്ങളും ഹെലികോപ്റ്റർ വഴി എയർ ഡ്രോപ്പ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്.